സിമ്പിൾ കെമിസ്ട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ 1 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ മാഗ്നറ്റിക് മൊമെൻ്റ് കാൽക്കുലേഷനാണ്. സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കേസിലാണ് സാധാരണയായി സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. അതിനായിട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അതാദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. മാഗ്നറ്റിക് മൊമെൻ്റ് മ്യൂ ഈസ് ഈക്വൽ ടു √n/n+1. ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് മാഗ്നറ്റിക് മൊമെൻ്റ് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻ്റ് ഈക്വൽ ടു √n/n+1. ഇവിടെ n എന്ന് പറയുന്നത് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്, നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്, സ്മോൾ ലെറ്റർ n. അപ്പോൾ നമുക്ക് മനസ്സിലാവും സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ തന്നിട്ടുള്ള ട്രാൻസിഷൻ മെറ്റൽസിലെ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. n വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻ്റ് കണ്ടുപിടിക്കാം യൂസിങ് ദ ഇക്വേഷൻ മ്യൂ ഈസ് ഈക്വൽ ടു √n/n+1. അതുപോലെ തന്നെ ഈ ഭാഗത്ത് വരുന്ന മറ്റു ക്വസ്റ്റ്യൻസ് ആണ്. തന്ന മെറ്റൽസ് ട്രാൻസിഷൻ മെറ്റൽ പാരാമാഗ്നറ്റിക് ആണോ അല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക് ആണോ, അതും അല്ലെങ്കിൽ കളേർഡ് ആണോ കളർലെസ് ആണോ എന്നുള്ള തരത്തിൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ആൻസറും നമ്മൾ കണ്ടെത്തേണ്ടത് അൺപെയർഡ് ഇലക്ട്രോൺസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. n വാല്യൂ നോക്കിയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ള ട്രാൻസിഷൻ മെറ്റൽ അയോൺ പാരാമാഗ്നറ്റിക് ആണോ അല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക് ആണോ, അതും അല്ലെങ്കിൽ കളേർഡ് ആണോ കളർലെസ് ആണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ n വാല്യൂ അല്ലെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 കാര്യങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, പാരാമാഗ്നറ്റിക് നേച്ചർ ആണോ ഉള്ളത് അല്ലെങ്കിൽ ഡയാമാഗ്നറ്റിസ് ആണോ, അതും അല്ലെങ്കിൽ കോമ്പൗണ്ട് ട്രാൻസിഷൻ മെറ്റൽ അയോൺ കളേർഡ് ആണോ കളർലെസ് ആണോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് n വാല്യൂ കണ്ടുപിടിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. If the metal ion contains unpaired electrons, then that metal ion is paramagnetic and colored. Unpaired electrons ഉണ്ടെങ്കിലാണ് അത് പാരാമാഗ്നറ്റിക് ആവുന്നതും കളേർഡ് ആവുന്നതും. ഇനി അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ പെയർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക് ആയിരിക്കും, കളർലെസ് ആയിരിക്കും കോമ്പൗണ്ട്. അപ്പോൾ നമ്മൾ തന്ന ഓപ്ഷൻസിലെ കളർലെസ് ഏത് അല്ലെങ്കിൽ കളേർഡ് ഏതെന്ന് ചോദിച്ചാൽ അതിനകത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം ഡയാമാഗ്നറ്റിക് ആണെങ്കിലാണ് അത് കളർലെസ് ആവുന്നത്, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആണ്, കളേർഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻ്റ് ഈക്വൽ ടു √n/n+1 ആണ്. n വാല്യൂ കണ്ടുപിടിക്കാൻ കുറച്ച് ഈസി ആയിട്ടുള്ള വഴികളുണ്ട്, ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അൺപെയർഡ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ട്രാൻസിഷൻ മെറ്റൽസിനെ സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള ട്രാൻസിഷൻ മെറ്റൽസിനെ നമ്മൾ എഴുതണം. ആ ഒരു ഓർഡർ നമ്മൾ ആദ്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. അപ്പം അതിൻ്റെയൊക്കെ മുകളിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് റൈറ്റ് ഗ്രൂപ്പ് നമ്പർ. സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ ഗ്രൂപ്പ് നമ്പർ എഴുതുക. അത് കൃത്യമായിട്ട് പഠിക്കാൻ എളുപ്പമാണ്, കാരണം സ്കാൻഡിയം 3rd ഗ്രൂപ്പാണ്, ടൈറ്റാനിയം 4th ഗ്രൂപ്പാണ്, വനേഡിയം 5th ഗ്രൂപ്പാണ്, ക്രോമിയം 6th ഗ്രൂപ്പ്, അങ്ങനെ പോയിട്ട് സിങ്ക് എത്തുമ്പോഴേക്കും 12th ഗ്രൂപ്പായിട്ട് മാറും, 12ാമത്തെ ഗ്രൂപ്പാണ് സിങ്ക്. അപ്പോൾ സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ എഴുതുക. സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള എലമെൻറ്റ്സ് ഓർഡറിൽ പഠിച്ചു വെക്കുക. 3 മുതൽ 12 വരെയാണ് അവരുടെ ഗ്രൂപ്പ് നമ്പർ വരുന്നത്. ഇങ്ങനെ എഴുതി വെക്കലാണ് അൺപെയർഡ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ്
Unpaired electrons n equal to group number minus charge. Unpaired electrons n equal to group number minus charge. Group number നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട്. സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള എലമെൻസിന് ഗ്രൂപ്പ് നമ്പർ വൈസിൽ നമ്മൾ എഴുതി 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പായിട്ട് നമ്മളതിനെ എഴുതിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് ഏതാണോ ക്വസ്റ്റ്യൻ, ഏതാണോ മെറ്റൽ അയോൺ, അതിൻ്റെ ചാർജ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ മെറ്റൽ അയോൺസിലുള്ള അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കിട്ടും. ഇനി ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമുക്കിപ്പോൾ കിട്ടിയ അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ വാല്യൂ n വാല്യൂ 5 വരെയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട. n വാല്യൂ ഗ്രേറ്റർ ദാൻ 5, 5നേക്കാൾ കൂടുതലാണ് n വാല്യൂ എങ്കിൽ കിട്ടിയ അൺപെയർഡ് ഇലക്ട്രോൺസിനെ നമ്മൾ 10ൽ നിന്ന് മൈനസ് ചെയ്യണം. 10 മൈനസ് അൺപെയർഡ് ഇലക്ട്രോൺസ് എന്നാണ് വരിക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് n വാല്യൂ 5 വരെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. n വാല്യൂ ഗ്രേറ്റർ ദാൻ 5 ആയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. 10 മൈനസ് അൺപെയർഡ് ഇലക്ട്രോൺസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഈ ഒരു കേസിൽ നമുക്ക് കിട്ടുന്നത്. ഇനി അൺപെയർഡ് ഇലക്ട്രോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു √n × n+1 ഇക്വേഷൻ ഉപയോഗിച്ച് മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ആദ്യം സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള ട്രാൻസിഷൻ മെറ്റൽസിനെ നമ്മൾ ലിസ്റ്റ് ചെയ്തു. അവയുടെ ഗ്രൂപ്പ് നമ്പർ എഴുതി. 3 മുതൽ 12 വരെയാണ് ഗ്രൂപ്പ് നമ്പർ വരുന്നത്. ഇനി അൺപെയർഡ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു ഗ്രൂപ്പ് നമ്പർ മൈനസ് ചാർജാണ്. ചാർജ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഗ്രൂപ്പ് നമ്പർ എഴുതണമെങ്കിൽ അതും ക്വസ്റ്റ്യനിലെ ട്രാൻസിഷൻ മെറ്റൽ അയോൺ നോക്കിയിട്ടാണ് എഴുതാൻ പറ്റുന്നത്. ഇനി കിട്ടിയ അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ മാത്രം നമ്മൾ 10ൽ നിന്ന് മൈനസ് ചെയ്താലാണ് നമുക്ക് അൺപെയർഡ് ഇലക്ട്രോൺസ് കിട്ടുന്നത്. 5 വരെയുള്ള കേസിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടതില്ല. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ മത്സര പരീക്ഷകൾക്ക് നമുക്കറിയാം സമയം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അൺപെയർഡ് ഇലക്ട്രോൺസൊക്കെ കണ്ടുപിടിച്ച് ഇക്വേഷനിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴേക്കും സമയമെടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അൺപെയർഡ് ഇലക്ട്രോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടേബിൾ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എത്രയുണ്ട് എന്നുള്ളത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് അൺപെയർഡ് ഇലക്ട്രോൺസ് 1 ആണെങ്കിൽ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് വരുന്നത് 1.73 ആണ്. √n × n+1 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1.73 ആണ്. അപ്പോൾ ഏറ്റവും എളുപ്പം അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം പഠിച്ചു വെക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് മൊമെൻറ്റ് വാല്യൂ എത്രയാണെന്ന് ഈ ടേബിൾ വെച്ച് ബൈഹാർട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. n വാല്യൂ 1 ആണെങ്കിൽ spin only magnetic moment is equal to 1.73. If n equal to 2, then mu is equal to 2.82. If n equal to 3, then mu is equal to 3.87. If n equal to 4, then mu is equal to 4.89. If n equal to 5, then mu is equal to 5.91. ചെറിയ ഡിഫറൻസേ ഉള്ളൂ സംഖ്യകൾ തമ്മിൽ. 3 ആണെങ്കിൽ 3.something, 4 ആണെങ്കിൽ 4.something, അങ്ങനെയാണ് റേഞ്ച് വരുന്നത്. നമുക്കിനി എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ Fe2+ ട്രാൻസിഷൻ മെറ്റൽ അയോൺ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അൺപെയർഡ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കലാണ്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു ഗ്രൂപ്പ് നമ്പർ മൈനസ് ചാർജ്. Fe2+ അയൺ എന്ന് പറയുന്നത് 8ാമത്തെ ഗ്രൂപ്പാണ്, 8th ഗ്രൂപ്പാണ് അയൺ. Fe2+ലെ ചാർജ് എന്ന് പറയുന്നത് +2 ആണ്. അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് നമ്പർ മൈനസ് ചാർജ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഗ്രൂപ്പ് നമ്പർ 8 മൈനസ് ചാർജ് 2. 8 - 2 ഈസ് ഈക്വൽ ടു 6. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു n വാല്യൂ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ നമ്മൾ 10ൽ നിന്ന് മൈനസ് ചെയ്യണം. ആ ഒരു കേസാണ് ഇവിടെ വരുന്നത്. Here n is greater than 6, then number of unpaired electrons is equal to 10 - 6, that is equal to 4 unpaired electrons present in Fe2+. Here n equal to 4,
Therefore mu is equal to 4.89. നമ്മൾ നേരത്തെ പറഞ്ഞു എളുപ്പവഴിയിൽ നമുക്ക് മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. അൺപെയ്ഡ് ഇലക്ട്രോൺസ് മാത്രം മതി. 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് വരുന്നത് 4.89 ബോർ മാഗ്നറ്റോൺ ആണ്. BM ബോർ മാഗ്നറ്റോൺ ആണ് അതിൻ്റെ യൂണിറ്റ്. ഇനി ഇതിനെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എങ്ങനെ കിട്ടും 4.89 എന്ന് നോക്കാം. സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് mu is equal to root of n into n plus 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n equal to 4. therefore that is equal to root of 4 into 4 plus 2. 4 plus 2 is equal to 6. 6 into 4 equal to 24. Root 24 is equal to 4.89 ബോർ മാഗ്നറ്റോൺ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അതേ ആൻസർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ടത് അൺപെയ്ഡ് ഇലക്ട്രോൺസ്, സാധ്യമായിട്ടുള്ള അൺപെയ്ഡ് ഇലക്ട്രോൺസ് 1 മുതൽ 5 വരെയാണ്. അപ്പോൾ 1 മുതൽ 5 വരെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരികയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ വാല്യൂ ബൈ ഹാർട്ട് ചെയ്ത് വെക്കലായിരിക്കും എളുപ്പം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിക്കൽ 2+. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു ഗ്രൂപ്പ് നമ്പർ മൈനസ് ചാർജ്. ഹിയർ നിക്കൽ 2+ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഗ്രൂപ്പ് നമ്പർ നമ്മൾ സ്കാൻഡിയം മുതൽ സിങ്ക് വരെ ഗ്രൂപ്പ് നമ്പർ എഴുതിയത് ഓർക്കുക. 3 സ്കാൻഡിയം വരുന്നത്. അങ്ങനെ വരുമ്പോൾ നിക്കൽ 10 10ാമത്തെ ഗ്രൂപ്പാണ് നിക്കൽ. അപ്പോൾ 10 മൈനസ് ചാർജ് നിക്കൽ 2+ +2 ആണ് ചാർജ്. അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു 10 മൈനസ് 2 എന്ന് വരും. ഇവിടെ 10 മൈനസ് 2 ഈക്വൽ ടു 8 അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, n വാല്യൂ ഗ്രേറ്റർ ദാൻ 5 ആണ്. അതുകൊണ്ട് 10 മൈനസ് 8 ഈസ് ഈക്വൽ ടു 2 ആണ് ആൻസർ വരിക. 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് നിക്കൽ 2+ൽ വരുന്നത്. n ഈക്വൽ ടു 2 ആണെങ്കിൽ mu is equal to 2.82 ആണെന്ന് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് നോർമൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് 2.82 ബോർ മാഗ്നറ്റോൺ എന്ന് തന്നെ ആയിരിക്കും ആൻസർ കിട്ടുക. തേർഡ് ക്വസ്റ്റ്യൻ, Cu2+, കോപ്പർ 2+ ആണ്. നമ്മൾ ആദ്യം ഗ്രൂപ്പ് നമ്പർ വൈസിൽ കോപ്പർ എത്രാമത്തെ ഗ്രൂപ്പാണെന്ന് നോക്കണം. ഗ്രൂപ്പ് നമ്പർ 11 ആണ് വരുന്നത്. 12 ആണ് സിങ്ക്. കോപ്പർ 11. 2+ ആണ് ചാർജ്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു ഗ്രൂപ്പ് നമ്പർ മൈനസ് ചാർജ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 11 മൈനസ് 2 ഈക്വൽ ടു 9 വരും. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു 9. ഹിയർ ആൾസോ n ഗ്രേറ്റർ ദാൻ 5. therefore 10 minus 9 equal to 1 unpaired electrons. n equal to 1, mu is equal to 1.73. ഇത് തന്നെ ആയിരിക്കും നമുക്ക് mu is equal to root of n into n plus 2 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും കിട്ടുന്നത്. root of 1 into 1 plus 2 വരും. that is equal to 1.73 ബോർ മാഗ്നറ്റോൺ. ഇപ്പോൾ കോപ്പർ 2+ൽ കോപ്പർ Cu2+ൻ്റെ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് 1.73 ബോർ മാഗ്നറ്റോൺ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, മാംഗനീസ് 2+, ഗ്രൂപ്പ് നമ്പർ 7, ചാർജ് ഈക്വൽ ടു 2. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു 7 മൈനസ് 2 ഈക്വൽ ടു 5. ഹിയർ n ഈക്വൽ ടു 5. therefore number of unpaired electrons also equal to 5. spin only magnetic moment corresponding to n value 5 equal to 5.91 ബോർ മാഗ്നറ്റോൺ. ഇത് തന്നെ നമുക്ക് mu is equal to root of n into n plus 1 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും സെയിം വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഈ ഒരു ടേബിൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സമയം കളയേണ്ടതില്ല. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കോബാൾട്ട് 2+, ഗ്രൂപ്പ് നമ്പർ വൈസിൽ നമ്മൾ സ്കാൻഡിയം മുതൽ സിങ്ക് വരെ എഴുതി കഴിഞ്ഞാൽ കോബാൾട്ട് വരുന്നത് 9th ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് നമ്പർ 9 വരും. ചാർജ്, ഹിയർ ചാർജ് ഈസ് ഈക്വൽ ടു +2. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു ഗ്രൂപ്പ് നമ്പർ മൈനസ് ചാർജ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 minus 2 equal to 7. Here n greater than 5. therefore 10 minus 7 equal to 3 unpaired electrons.
n equal to 3, corresponding spin only magnetic moment value is equal to 3.87 Bohr magneton. ഇവിടെ നമ്മൾ നോർമൽ കേസിൽ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n ഇൻറ്റു n പ്ലസ് 1 ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ കണ്ടാലും ഇതേ ആൻസർ തന്നെയാണ് കിട്ടുക. 6th question, സിങ്ക് 2+. ഗ്രൂപ്പ് നമ്പർ സിങ്ക് നമ്മൾ പറഞ്ഞു ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കേസിൽ 3 മുതൽ 12 വരെ ലാസ്റ്റ് ഗ്രൂപ്പാണ്. 12 ആണ് ഗ്രൂപ്പ് നമ്പർ. ചാർജ് എന്ന് പറയുന്നത് +2 ആണ്. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു ഗ്രൂപ്പ് നമ്പർ മൈനസ് ചാർജ് ഈക്വൽ ടു 12 മൈനസ് 2 ഈക്വൽ ടു 10. ഹിയർ n ഗ്രേറ്റർ ദാൻ 5, therefore we can subtract 10 from 10. 10 minus 10 equal to 0. Here no unpaired electrons are present. n equal to 0. Mu is equal to 0. n value 0 ആയാൽ mu value 0 ആണ്. സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻ്റ് ഇല്ല എന്ന് പറയാം. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത എക്സാമ്പിളിൽ നിന്ന് ഇതിനുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല, എല്ലാം പെയർഡ് ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് സിങ്ക് 2+ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചറാണ്. ഡയാമാഗ്നറ്റിസം കാണിക്കുന്നു. ഡയാമാഗ്നറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഒരു സിങ്ക് 2+ എന്ന് പറയുന്ന ട്രാൻസിഷൻ മെറ്റൽ അയോൺ കളർലെസ് ആയിരിക്കും. 6th എക്സാമ്പിൾ ഒഴികെ ബാക്കിയുള്ള കേസിലെല്ലാം നമുക്ക് n വാല്യൂ ഉണ്ടായിരുന്നു, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് 1 മുതൽ 5 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യനും പാരാമാഗ്നറ്റിക് ആണ്, പാരാമാഗ്നറ്റിക് നേച്ചറാണ്. ആ ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് എല്ലാം കളേർഡ് ആണ്. ഒരു പോയിന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തത് സിങ്ക് 2+ ആണ്. 0 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. ഡയാമാഗ്നറ്റിക് ആണ്. മാത്രമല്ല അത് കളർലെസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രോമിയം 2+. ഗ്രൂപ്പ് നമ്പർ വൈസിൽ എഴുതുമ്പോൾ ക്രോമിയം വരുന്നത് 6th ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് നമ്പർ ഈക്വൽ ടു 6. ഹിയർ ചാർജ് ഈസ് ഗിവൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു ഗ്രൂപ്പ് നമ്പർ മൈനസ് ചാർജ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 മൈനസ് 2 ഈക്വൽ ടു 4. ഹിയർ n നോട്ട് ഗ്രേറ്റർ ദാൻ 5, n ഈസ് ലെസ് ദാൻ 5. therefore number of unpaired electrons remains the same, n equal to 4. corresponding spin only magnetic moment is equal to 4.89 Bohr magneton. Next question, scandium 3+. Scandium belongs to 3rd group. Group number is equal to 3. Here charge is given +3. number of unpaired electrons is equal to group number minus charge, that is equal to 3 minus 3 equal to 0. Here also n equal to 0. No unpaired electrons are present. All electrons are paired. Therefore spin only magnetic moment value is equal to 0. No magnetic moment. And also the transition metal ion scandium 3+ is diamagnetic in nature and colorless. സെറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. ഓപ്ഷൻസ് തന്നിട്ട് അതിലേതാണ് ഡയമാഗ്നറ്റിക് നേച്ചർ അല്ലെങ്കിൽ കളർലെസ് എന്ന് വരാറുണ്ട്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഓപ്ഷനാണ് സ്കാൻഡിയം 3+. സ്കാൻഡിയം 3+ൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തത് കാരണം അത് ഡയമാഗ്നറ്റിക് ആണ്. എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണ്. മാത്രമല്ല അത് കളർലെസ് ആണ്. അപ്പോൾ കളറും ഡയാമാഗ്നറ്റിസം അല്ലെങ്കിൽ പാരാമാഗ്നറ്റിസം ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് അൺപെയ്ഡ് ഇലക്ട്രോൺസുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ആൻസർ കണ്ടെത്താൻ. 9th question, vanadium 4+. Vanadium 4+. Vanadium belongs to 5th group. Group number is equal to 5. Here charge is given +4. Number of unpaired electrons is equal to group number minus charge, that is equal to 5 minus 4 equal to 1. Here n less than 5. Therefore number of unpaired electrons remains the same, 1. Corresponding spin only magnetic moment mu is equal to 1.73 Bohr magneton. 10th question, titanium 3+. Titanium 3+. Titanium 4th group transition metal ആണ്. Group number is equal to 4. Here charge is given +3. Number of unpaired electrons is equal to group number minus charge, that is equal to 4 minus 3 equal to 1.
ഹിയർ n value less than 5, therefore n is equal to 1. Same value, mu is equal to 1.73 Bohr magneton. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സെറ്റ് എക്സാമിന് ഉറപ്പിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.